നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, ഈ ശരീരത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ മനസ്സിന്റെ മോളെ, മാനസികാരോഗ്യം. അത് നീ ശ്യാമയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതുകൊണ്ടല്ലേ? എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ഞാൻ ശ്യാമയെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടില്ല സത്യമേ. ഇത് തന്നെയാ പൊന്നിയും പറയുന്നത്, നിന്റെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്ന്. ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്താ പ്രശ്നം? കാർത്തിക ശ്യാമയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അവളെ തല്ലിയിട്ടുമില്ല. ഇപ്പൊ തീർന്നല്ലോ പ്രശ്നം, അല്ലേടെ വിഷ്ണു? അതെങ്ങനെയാ ശരിയാവുന്നേ? മോളിങ് വന്നേ. ഞാനല്ലേ തല്ലുകൊണ്ടത്. നീ ഇങ്ങ് വാ മോളെ, വാ. അത് മോള് അനാഥാശ്രമത്തിൽ വളർന്നു എന്നല്ലേ പറഞ്ഞത്? അതെ സത്യമേ. അതിനെന്തെങ്കിലും സംശയമുണ്ടോ? ഹേയ്, എനിക്ക് സംശയമൊന്നുമില്ല. പിന്നെ അവിടെ അവിടെ ഈ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു സത്യമേ. മോളെ, ഈ ശരീരത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ മനസ്സിന്റെ മോളെ, മാനസികാരോഗ്യം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. സത്യമേ? അല്ല, അടുക്കി പെറുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ മറ്റൊരാൾ വലിച്ചു വാരിയിട്ടെന്ന് തോന്നുന്നതും ഈ തളർന്നു കിടക്കുന്നയാള് സംസാരിക്കുന്നു എന്ന് തോന്നുന്നതും ഒക്കെ ഈ മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങളാ. സത്യമേ, ഞാൻ മോളെ, നമ്മൾ പറയുന്നതൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ലെന്ന് തോന്നും. അങ്ങനെ ചിലപ്പോ അങ്ങനെ വരുമ്പോ ചിലപ്പോ അക്രമവാസന ഉണ്ടാവും. ദേ, ഇപ്പൊ മോള് കാണിച്ചതുപോലെ. ഇപ്പൊ അല്ല സത്യമേ. മോളെ സ്ട്രെയിൻ എടുക്കണ്ട. ദേ, ഇപ്പൊ ചികിത്സ ഇല്ലാത്ത അസുഖം ഒന്നുമില്ല. മോൾ അല്പം ഒന്ന് ശാന്തയാവ്. ഞാൻ താഴേക്കൊന്ന് ചെല്ലട്ടെ. പിന്നെ മോളെ, അതെ, അസുഖം ഭേദമാവുന്നതുവരെ ആ ശാലിനി ഒന്ന് സൂക്ഷിച്ചോളണേ. പോട്ടെ. പൊന്നി അവിടെ നിക്ക്. എന്താ കുഞ്ഞെ? ഇവള് ശ്യാമ സംസാരിച്ചു എന്ന് കാർത്തിക പറഞ്ഞത് ശരിയാണോ? പച്ചക്കള്ളോ കുഞ്ഞെ? ആ പെണ്ണിനെന്തോ മാനസിക രോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. ഞാൻ ആ കുട്ടിയുടെ റൂമിൽ ചെല്ലുമ്പോ സാധനങ്ങളൊക്കെ ബെഡിൽ വാരി വലിച്ചിട്ടിരിക്കുകയായിരുന്നു. അത് ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞ് എന്റെ നേരെ ചാടിക്കടിക്കാൻ വരുമായിരുന്നു. ഞാനല്ലാന്ന് പറഞ്ഞപ്പോ ശ്യാമക്കുഞ്ഞ് പറഞ്ഞിട്ടാന്നും പറഞ്ഞ് ഈ റൂമിലേക്ക് ചവിട്ടിത്തുള്ളി പോരുന്നത് കണ്ടു. അപ്പോഴത്തെ ഭാവം കണ്ടിട്ട് ശ്യാമക്കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചാ ഞാൻ ഓടി വന്ന് കുഞ്ഞിനോട് വിവരം പറഞ്ഞത്. പൊന്നി പൊയ്ക്കോ. രക്ഷപ്പെട്ടു. മോൾ ഒരുപാട് പേടിച്ചെന്ന് കുഞ്ഞേച്ചിക്ക് മനസ്സിലായി.
കാർത്തികയ്ക്ക് എന്തോ മാനസിക പ്രശ്നമാ. പക്ഷേ മോള് പേടിക്കണ്ട, കുഞ്ഞേച്ചിയുണ്ട് ഇവിടെ. പൊന്നി പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല ഞാൻ. കാർത്തികയ്ക്ക് വെറുതെ അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാവുമെന്ന് സംശയമുണ്ട്. പക്ഷേ നിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസം മോളെ. നിനക്ക് എന്റെ അടുത്ത് നിന്ന് ഒളിക്കാനോ കള്ളം ചെയ്യാനോ കഴിയില്ല. ആ കുറ്റബോധമാ കുഞ്ഞേച്ചി എന്റെ ഹൃദയത്തെ ഇപ്പം മുൾച്ചെടി പോലെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞേച്ചിക്ക് മുന്നിൽ എന്റെ ജീവനും ജീവിതവുമെല്ലാം കാത്ത് കുഞ്ഞേച്ചിക്ക് മുന്നിൽ ജീവിതത്തിൽ ആദ്യമായി ഞാൻ കള്ളം കാണിക്കുകയാണ്. കുഞ്ഞേച്ചിയെയും വിഷ്ണുവേട്ടനെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല കുഞ്ഞേച്ചി. എന്താ എന്തിനാ നീ കരയുന്നേ? നീ ആരെയും പേടിക്കണ്ട. നിന്റെ കൈയും കാലും കണ്ണും ഒക്കെ ആയിട്ട് കുഞ്ഞേച്ചി ഇവിടെ ഉണ്ട്. നീ എന്താടി കാണിച്ചത്? കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് നീ ഉറപ്പിച്ചോ ശാലിനി? കാർത്തിക ഇനി മുതല് വിഷ്ണുവേട്ടന്റെ വ്യാജ ഭാര്യയല്ല, ശരിക്കുള്ള ഭാര്യ. വിഷ്ണുവേട്ടന്റെ ശരിക്കുള്ള ഭാര്യ. അമ്മേ, അമ്മേ, കാർത്തികേ, മനുഷ്യർ തണുത്തിട്ട് വയ്യും. കാർത്തികേ, അമ്മേ, മനുഷ്യനോട് തണുത്തിട്ടും വയ്യം. അതെ, ആരെങ്കിലും വന്നിട്ട് പുതപ്പൊന്നും എടുത്തു തരുമോ? കാർത്തികേ, ആരും ഇല്ല ഇവിടെ. അമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.